ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വോളാട്ടൈൽ ഡേ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ വളരെ പോസിറ്റീവാണ്. ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സും S&P 500 നല്ല റെക്കോർഡ് ക്ലോസിംഗ് ആണ്. ഒപ്പം മറ്റ് സ്റ്റോക്കുകളും അമേരിക്കയിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും നല്ല മുന്നേറിയിട്ടുണ്ട്. കമോഡിറ്റിയാണ് റാലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ പുതിയ റെക്കോർഡ് ഹൈ വീണ്ടും ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സിൽവർ, കോപ്പർ, അലുമിനിയം, സിങ്ക്, സ്റ്റീല്, ഈ കമോഡിറ്റികളെല്ലാം തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ അനൗൺസ്മെൻറ്റുകളാണ് ഈ കമോഡിറ്റി റാലിക്ക് കാരണം. അപ്പം US ഫെഡിൻ്റെ ഡിസിഷൻ ഗോൾഡ് റാലിക്കും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കമോഡിറ്റി ബേസ്ഡ് സ്റ്റോക്കുകളിലുള്ള റാലിയും കൂടിയാണ്. ഇന്നലെ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്നലെ നമ്മൾ പോഡ്കാസ്റ്റിൽ തന്നെ ഹിൻഡ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കമോഡിറ്റി റിലേറ്റഡ് സ്റ്റോക്കുകൾ റാലി തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവാണ്. LNTനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. 15,000 കോടി രൂപ ഓർഡറാണ് സൗദി അറേബ്യ UAEയിൽ നിന്ന് LNT ഇന്നലെ നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ PC ജുവലേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാണ്. സെപ്റ്റംബർ 30 ബോർഡ് മീറ്റിംഗ് വരുന്നത്. MNDC പറഞ്ഞിരിക്കുന്ന ഒരു ഡയമണ്ട് മൈനിങ് നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അടുത്ത വർഷങ്ങളിൽ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയുന്നു. KEC ഇന്റർനാഷണൽ QIP പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് 976.64 രൂപ പെർ ഷെയറാണ്. ഡെൽറ്റ കോർപ്പ് റീസ്ട്രക്ചറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1:1 ആണ്. ഡിമർജിയാണ് റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ഡിവിഷൻ. അപ്പോൾ 100 ഷെയറുള്ള ഡെൽറ്റ കോർപ്പ് ഷെയർ ഹോൾഡേഴ്സിന് 100 ഷെയർ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ 512 കോടി രൂപയുടെ ഓർഡർ ഗുജറാത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഹ്യുണ്ടായി മോട്ടേഴ്സ്, അതുപോലെ തന്നെ സ്വിഗ്ഗി, വാരി എനർജി IPOs ഒക്കെ ഒക്ടോബറിൽ കാണാം. അപ്പോൾ ആ IPOസിലേക്ക് ധാരാളം ഇൻഫ്ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പക്ഷേ പല സ്റ്റോക്കുകളിലും സെക്കൻഡറി മാർക്കറ്റിൽ സെല്ലിംഗ് ഒക്കെ കാണാൻ ചെറുതായിട്ട്. പൊതുവേ നമ്മൾ ഒക്ടോബറിൽ നല്ല ഒരു മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ധാരാളം IPOs വരികയാണ്. അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഫ്യൂച്ചർ വളരെ പോസിറ്റീവാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ HALന് മഹാരത്ന സ്റ്റാറ്റസ് ലഭിക്കുകയാണ്. 14ാമത്തെ കമ്പനിയായിട്ട് മാറാണ് മഹാരത്ന സ്റ്റാറ്റസ് ഉള്ള HALനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം പോസിറ്റീവാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം ഇന്ന് ആരംഭിക്കുന്ന ഒരു IPO നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നു. KRN ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് IPO ആണ്. 220 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. അറൗണ്ട് 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സജഷനാണ് ഞാൻ നൽകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം 3 സ്റ്റോക്കുകൾ ഡെലിവറി പിക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.